മാധ്യമ സ്വാതന്ത്ര്യത്തിനേറ്റ പ്രഹരമെന്നായിരുന്നു നേരത്തെ കേന്ദ്ര സർക്കാർ മീഡിയ വൺ നിരോധിച്ചപ്പോൾ അവരും നമ്മളും എല്ലാം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ അതേ മീഡിയ വൺ തന്നെ ഒരു ഓൺലൈൻ ചാനലിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എം സ്വരാജിനെതിരെ മീഡിയ വൺ നടത്തിയ ആസൂത്രിതമായ വ്യാജ പ്രചാരണം വസ്തുതാപരമായി തുറന്നു കാണിക്കുന്ന ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ ഒരു വീഡിയോ കോപ്പിറൈറ്റ് ലംഘനമാണെന്ന് ആരോപിച്ച് മീഡിയ വൺ സ്ട്രൈക്ക് ചെയ്തിരിക്കുകയാണ്. എം സ്വരാജിന് മേൽ വർഗീയ ചാപ്പ് കുത്താനുള്ള ശ്രമമായിരുന്നു മീഡിയ വൺ നടത്തിയത്. ആരെക്കുറിച്ചും എന്ത് വ്യാജ പ്രചരണവും തങ്ങൾക്ക് നടത്താം, അതിന്റെ വസ്തുത ആരെങ്കിലും തുറന്നു കാണിച്ചാൽ കോപ്പിറൈറ്റ് ലംഘനം എന്ന ആയുധം ഉപയോഗിച്ച് നേരിടുമെന്ന മീഡിയ വൺ സമീപനം സത്യത്തിൽ ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണ്. ഇപ്പൊ മീഡിയ വണ്ണിന്റെ വീഡിയോ പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന കോപ്പിറൈറ്റ് ലംഘനം ആരോപിക്കുന്നത് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഇത് അവർ നെയ്തുവെച്ച കുറെ കള്ളങ്ങളും വളച്ചൊടിക്കലും തുറന്നു കാട്ടിയതിനാണ്. ഇനി എന്താണ് ആ വീഡിയോയിലുള്ളത്? മീഡിയ വൺ ഒരു വ്യാജ പ്രചരണം നടത്തുന്നതിന്റെ ഒരു വിഷ്വല് കാണിക്കുന്നു. അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന മീഡിയ വണ്ണിന്റെ തന്നെ മറ്റൊരു വിഷ്വല് കാണിക്കുന്നു. ഇത് രണ്ടും കാണിക്കാതെ ആ വിമർശനം നടത്താനാവില്ല. ആകെ ചെയ്യാവുന്നത് ആ വിമർശനം നടത്തുന്ന കോണ്ടന്റ് മോണിറ്റൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. വിഷയം എന്താണെന്ന് വെച്ചാൽ, തൃപ്പൂണിത്തുറയിലെ വിവാദ യോഗാ കേന്ദ്രത്തിനെതിരെ പരാതിപ്പെട്ടിട്ടും പോലീസ് കേസ് എടുത്തില്ലെന്നും പിന്നീട് കോടതി ഇടപെട്ടിട്ടും പോലീസ് കാര്യമായി ഒന്നും ചെയ്തില്ലെന്നുമൊക്കെയാണ് മീഡിയ വൺ പറഞ്ഞത്. എന്നാൽ അതേ മീഡിയ വണ്ണിൽ പ്രസ്തുത യോഗാ കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ് എന്ന് പറഞ്ഞുള്ള വിഷ്വൽസ് ഉൾപ്പെടെയുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു. ഡിവൈഎഫ്ഐ കൂടി ഇടപെട്ടിട്ടാണ് വിവാദമുയർന്ന അന്ന് തന്നെ യോഗാ കേന്ദ്രം പൂട്ടിയതെന്ന് മീഡിയ വൺ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ആ വീഡിയോയാണ് ന്യൂസ് ബുള്ളറ്റ് കേരള പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കുന്നത്. അപ്പൊ പിന്നെ പോലീസ് നിസ്സംഗത കാണിച്ചു, കേസ് എടുത്തില്ല, അന്നത്തെ MLA ആയിരുന്ന സ്വരാജോ സർക്കാരോ ഒന്നും ചെയ്തിരുന്നില്ല എന്ന വാദങ്ങളെല്ലാം പൊള്ളയാണെന്ന് വ്യക്തം. ഇത് തുറന്നു കാട്ടിയതിനാണ് ന്യൂസ് ബുള്ളറ്റ് കേരളയ്ക്കെതിരെ കോപ്പിറൈറ്റ് എന്ന അമ്പെയ്തത്. കാരണം മറ്റൊന്നുമല്ല, തങ്ങളിറക്കിയ നമ്പർ തെളിവ് സഹിതം ഒരാൾ പൊളിച്ചെടുക്കുന്നു എന്ന് കാണുമ്പോഴുള്ള ഒരു ടെൻഷൻ മാത്രം. എന്നിട്ടോ ആ വീഡിയോ റിമൂവ് ചെയ്യിച്ചിട്ട് വീണ്ടും മീഡിയ വൺ എത്തിയിരുന്നു. ഇതാ ഞങ്ങൾ ഇതൊക്കെയാണ് പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാം സത്യമായിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു ആ വീഡിയോയ്ക്ക് സ്ട്രൈക്ക് കൊടുത്തത്? അത് അവിടെ വെച്ചിട്ട് തന്നെ ആവാമായിരുന്നില്ലേ നിങ്ങളുടെ ഈ കൗണ്ടർ വീഡിയോ? പിന്നെ മീഡിയ വണ്ണിന്റെ ഫ്ലോറിൽ ആരെയും എന്തും പറയാമെന്നതിന്റെ തെളിവാണ് തൃപ്പൂണിത്തുറയിലെ വിവാദ യോഗാ കേന്ദ്രത്തിന്റെ ബ്രാഞ്ചുകൾ ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രിയും MLAയും പോയി എന്ന ആക്ഷേപം ചർച്ചയിൽ ഒരാൾ ബോധപൂർവം ഉയർത്തിയപ്പോഴും ആങ്കർ കാണിച്ച നിസ്സംഗത. ആരോപണം സാധൂകരിക്കുന്ന ഒരു തെളിവും അന്ന് അവിടെ ആങ്കർ ചോദിച്ചിരുന്നില്ല. ഇത് എവിടെയുമൊക്കെ കൊള്ളട്ടെ എന്നൊരു നിലപാടായിരുന്നു അന്ന് അവർ സ്വീകരിച്ചിരുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം പേറുന്ന മീഡിയ വണ്ണിൽ നിന്ന് ജനാധിപത്യം പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്നറിയാം. പക്ഷേ നിങ്ങളുടെ ഇരുട്ടുമൂഴിക്കപ്പുറത്തൊരു ജനാധിപത്യ ലോകമുണ്ടെന്ന് എന്നെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ അത്രയും നല്ലത്.